അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ 1:30 നടന്ന ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോനെ 2-0 തോൽപ്പിച്ച് ഫ്രാൻസ് സെമിയിലെത്തി. ഞാൻ മൊറോക്കോൻ്റെ കളി ഇതുവരെ കണ്ട കളി നിലവാരം വെച്ച് നോക്കിയപ്പോൾ ഇന്നലത്തെ കളി നല്ല ടൈറ്റിലെ മത്സരമാകുമെന്ന് തോന്നി. പക്ഷേ ഫ്രാൻസിൻ്റെ മുന്നിൽ മൊറോക്കോ എന്ന ടീമിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് മൊറോക്കോ ഗോളിൻ്റെ ഒരു മികവ് കൊണ്ടാണ് കൂടുതൽ ഗോള് മൊറോക്കോക്ക് ആകാതെ നിൽക്കാൻ കാരണം. അത്രയും സുന്ദരമായ കളി ഇന്നലെ ഫ്രാൻസ് കാഴ്ചവെച്ചിരിക്കണേ. അപ്പോൾ ഇനി ഫ്രാൻസിന് സെമിയിലുള്ളത് സ്പെയിന്, ബെൽജിയം ക്വാർട്ടർ ഫൈനലുണ്ട്. ആദ്യത്തെ വിജയികളെ കാരണം ഫ്രാൻസ് സെമിയിൽ നേരിടുക. അപ്പോൾ ഇങ്ങനെ പോകുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോകകപ്പിലത്തെ ഒരു ഫൈനൽ ആവർത്തനം നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നുവെച്ചാൽ കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസ് അർജന്റീനയായിരുന്നു ഫൈനലൊക്കെ കളിച്ചത്. അന്ന് ആ കളി പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ പറഞ്ഞാൽ ഒരു നല്ലൊരു ത്രില്ല് കളിയായിരുന്നു. എന്നുവെച്ചാൽ ആദ്യം അർജന്റീന ഗോളടിച്ചു, പിന്നെ എംബാപ്പൻ്റെ മികവോടെ എന്നുവെച്ചാൽ ഫ്രാൻസ് അത് സമനിലയാക്കി. പിന്നെ അത് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ജയിച്ചുകൊണ്ട് കപ്പടിച്ച് അന്ന് കൊണ്ടുപോയി. അപ്പോൾ ഈ ലോകകപ്പിലും തന്നെ ഒരു ഫ്രാൻസ് അർജന്റീന ഒരു ഫൈനൽ ഉണ്ടാകാനാണ് സാധ്യത എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രാൻസിൻ്റെ ഒപ്പക്കാരൻ. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിന് വെച്ചാൽ അന്ന് ഫൈനലിൽ എംബാപ്പ അത്രയും നല്ല മികവോടെ അന്ന് കളിച്ചിട്ട് അന്ന് എംബാപ്പൻ്റെ കണ്ണുനീരാണ് അന്ന് ഗ്രൗണ്ടിൽ വീണത്. അപ്പോൾ അതിന് ബദലായി ഇപ്പോൾ ഈ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസും അർജന്റീനയും വരികയാണെന്ന് വെച്ചാൽ ഞാൻ ഫ്രാൻസ് ജയിക്കണമെന്ന ആക്കാരം എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകൊണ്ടു. എന്നാൽ ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.